ഇന്നത്തെ കാലത്തെ ഒരു വ്യക്തി ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത് ഒരുമിച്ച് മരണം വരെ ഒന്നിച്ച് പോകാനുള്ളൊരു ജീവിതം എന്ന രീതിയിലല്ല. ഏതു നിമിഷവും ഇറങ്ങിപ്പോകാനുള്ള ജീവിതം എന്ന രീതിയിലാണ് ഒരാൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നിരുന്നത്. ഏത് നിമിഷവും പോരാൻ സാധ്യതയുള്ള, പോരാൻ ബുദ്ധിമുട്ടില്ലാത്ത, പോരാൻ മടിയില്ലാത്ത ഒന്നായിട്ടാണ് ഓരോ റിലേഷൻഷിപ്പിനെയും ഒരു വ്യക്തി കാണുന്നത്. അങ്ങനെയാണ് അയാൾ അതിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ അയാൾ ആ വ്യക്തിക്കൊപ്പം അലൈൻഡായി ഒരുമിച്ച് മ്യൂച്വലായിട്ട് അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കും. അവിടെ അയാൾ ആളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിരിക്കും. പല നിലയിലും വൈകാരികമായി ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ട് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കൊഗ്നിറ്റീവായോ അല്ലെങ്കിൽ പെർഫോമേറ്റീവായിട്ടോ ഉള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ഒറ്റ ജീവിതമായിട്ട് ഒന്നായിട്ട് ഒരു ലക്ഷ്യത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ആ രണ്ട് വ്യക്തികൾക്കിടയിലെ പൊരുത്തം എന്ന് പറയുന്ന ഒന്നുണ്ടാവുള്ളൂ. രണ്ടായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ, രണ്ടായിട്ട് കാണാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അവരുടെ സ്വപ്നങ്ങൾ ഒന്നായിരിക്കണം. അവരുടെ ഇഷ്ടങ്ങളോ അവരുടെ ആഗ്രഹങ്ങളോ അവരുടെ പ്രതീക്ഷകളോ അവരുടെ പാഷനോ ഒന്നും വ്യത്യസ്തമായിരിക്കരുതെന്നല്ല. ഇതെല്ലാം വ്യത്യസ്തങ്ങളായിരുന്നോട്ടെ. ഇപ്പം എൻ്റെ ഇഷ്ടം തന്നെ നിൻ്റെ ഇഷ്ടം ആകണമെന്നില്ലല്ലോ. എൻ്റെ സ്വപ്നങ്ങൾ നിൻ്റെ സ്വപ്നങ്ങളാകണമെന്നുമില്ല. ഭാര്യ ഭർത്താവ് നിലയിൽ ഒന്നിച്ച് സ്വപ്നം കണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോകണം. മനസ്സിലായില്ലേ? അവിടെ രണ്ടായിട്ട് അവരൊന്നും വിഭാവനം ചെയ്യുന്നില്ല. അവിടെ എൻ്റെ പണം നിൻ്റെ പണം എന്ന രീതിയിൽ അതിനെ കാണുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ എന്ന രീതിയിൽ അതിനെ കാണാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ എന്ന് എപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു ഇത് വരുന്നുവോ, എൻ്റെ എന്ന നിലയിൽ നിന്ന് മാറി നമ്മുടെ എന്ന നിലയിൽ നിന്ന് എപ്പോൾ വരുമോ അവിടെ നിന്ന് ജീവിതം മുന്നോട്ട് പോകും.